Hello, hi everyone. Welcome to my channel. My name is Chindu and this is my first video and I'm so excited about it. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് എൻ്റെ ഒരു കുക്കിംഗ് മെത്തേഡിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അതായത് സുവീതെ മെത്തേഡിൽ എങ്ങനെയാണ് നമുക്ക് നല്ല അടിപൊളി ബീഫ് സ്റ്റേക്ക് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു ജിൻഡൂസ് കിച്ചൺ. ഹാർഡ് ആൻഡ് ഫ്രഷ് സീസൺഡ് വിത്ത് ലോട്ട്സ് ഓഫ് ലവ് അങ്ങനെയല്ലേ പറയുന്നത്. അപ്പോൾ നമ്മുടെ മീറ്റ് നന്നായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമുക്ക് സീസണിങ് ചെയ്യണം. സീസണിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ആകെ വേണ്ടത് സോൾട്ട്, പെപ്പർ ആൻഡ് ഗാർലിക് പൗഡർ രണ്ട് സൈഡിലും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അതിനു മുന്നേ തന്നെ നമ്മൾ ഇതിൻ്റെ മോയ്സ്റ്റ് എല്ലാം മാറ്റിയിട്ടുണ്ടെന്ന് മേക്ക് ഷുവർ ചെയ്യണം. അതോടൊപ്പം തന്നെ വേറെ ഒരുവിധ മസാലകളും അപ്ലൈ ചെയ്യരുത്. ഞാനിതെല്ലാം ചെയ്ത് ഫ്ലോപ്പ് ആയിട്ടുള്ള ഒരാളാണ്. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്നാണ് പറയുന്നതെന്ന് വിചാരിച്ചാൽ മതി. അതിനുശേഷം ആ മീറ്റിനെ നമ്മൾ ഒരു കുക്കിംഗ് ബാഗിലേക്ക് മാറ്റുക. എന്നിട്ട് നന്നായിട്ട് വാക്യൂം സീൽ ചെയ്യുക. ഈ വാക്യൂം സീലർ ഇല്ല എന്ന് വിചാരിച്ച് ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വേറെ ഐഡിയ ഉണ്ട്. നമ്മൾ ഫിസിക്സ് പ്രയോഗിക്കും. എങ്ങനെയാണെന്നല്ലേ, അതായത് ഒരു പാത്രത്തിൽ വെള്ളം എടുക്കുക, സിപ്ലോ കവറിലിട്ട് മീറ്റിനെ മാറ്റുക, അത് രണ്ടും കൂടി വെള്ളത്തിൽ ഇറക്കുക. അപ്പോൾ വാട്ടർ പ്രഷർ കൊണ്ട് അതിൻ്റെ എയർ എല്ലാം റിമൂവ് ആകും. അങ്ങനെ സിപ്പ് ലോക്ക് ചെയ്യുക. അത്ര മാത്രമേ ഉള്ളൂ. വെരി ഈസി ആൻഡ് സിമ്പിൾ ആണ്. അതുപോലെ ഞാനിത് സീൽ ചെയ്ത് ഒപ്പം തന്നെ അതിൻ്റെ അകത്ത് കുറച്ച് തൈമും അതുപോലെ തന്നെ റോസ്മേരിയും വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നന്നായിട്ട് ഫ്ലേവർ എൻഹാൻസ് ചെയ്യാനായിട്ട് സഹായിക്കും. ഇനിയാണ് നമുക്ക് പോളിടെക്നിക് അറിയേണ്ടത്, യന്ത്രങ്ങളുടെ പ്രവർത്തനം. അതായത് നമ്മുടെ സുവീഡ് മെഷീൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന്. വെരി സിമ്പിൾ ആണ് കേട്ടോ. ആകെ നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത് ടെമ്പറേച്ചറും ടൈമറും മാത്രമാണ്. ടെമ്പറേച്ചർ ഞാൻ സെറ്റ് ചെയ്യുന്നത് 135.5 ഡിഗ്രി ഫാരൻഹീറ്റ് ഫോർ 2 hours. അതാണ് എനിക്ക് വേണ്ടുന്ന മീഡിയം വാവ് മീറ്റിൻ്റെ ടെമ്പറേച്ചർ സെറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വെരി സിമ്പിൾ ആണ്. നമുക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ കുക്ക് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ മീറ്റ് ഒരു കാരണവശാലും അണ്ടർ കുക്കോ ഓവർ കുക്കോ ആയി പോകത്തില്ല കേട്ടോ. അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ്. ഇനി നമ്മുടെ നീണ്ട 2 മണിക്കൂർ കാത്തിരിപ്പാണ് കേട്ടോ. അപ്പൊ നമ്മുടെ സ്റ്റേക്ക് നല്ല അടിപൊളിയായിട്ട് കുക്ക് ആയിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റേക്ക് സിയറിങ് ചെയ്യുക എന്നുള്ള ഒരൊറ്റ സ്റ്റേജ് മാത്രമേ ഉള്ളൂ. അതാണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റേജ്. അതായത് നമ്മൾ ഒരു കാസ്റ്റ് അയണിന്റെ പാൻ വെക്കുക, അതിന് നന്നായിട്ട് ഹീറ്റ് ചെയ്യുക. അത് നല്ലതായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലായിട്ട് മീറ്റ് എടുത്ത് വെച്ച് രണ്ട് സൈഡും ക്രസ്റ്റ് ഉണ്ടാകുന്ന പോലെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരു മെത്തേഡാണ് ഇതെന്ന് പറയുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് കാസ്റ്റ് അയണിന്റെ ടെമ്പറേച്ചർ എത്രയാണെന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എനിക്ക് അത് അത്ര വലിയ പരിചയമൊന്നുമില്ല. എൻ്റെ വീട്ടിൽ ഫയർ അലാം അടിക്കുമ്പം എനിക്ക് മനസ്സിലാവും ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ടെന്ന്. അതെന്റെ JK ആയിരുന്നു കേട്ടോ. ജസ്റ്റ് കിഡിങ്. അതായത് ഇത് ഏറ്റവും അധികം കെയർഫുൾ ആവേണ്ട ടൈമാണ്. അതായത് ഈ സമയത്ത് നമ്മുടെ ടെമ്പറേച്ചറും ടൈമും വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. അത് കറക്റ്റ് ആയിട്ട് ചെയ്തില്ലെങ്കിൽ നമ്മുടെ മീറ്റ് നമ്മൾ ഉദ്ദേശിച്ച ടെക്സ്ചർ വരത്തില്ല. അങ്ങനെ നമ്മുടെ സ്റ്റേക്ക് റെഡി ആയിരിക്കുകയാണ്. ലെറ്റ്സ് സീ ഇതെങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അതായത് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് വേണ്ടിയിരുന്ന മീഡിയം വെല്ലായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പക്ഷെ അകം നന്നായിട്ട് മോയിസ്റ്റ് ഉണ്ട് കേട്ടോ. ഒട്ടും ഡ്രൈ ആയിട്ടില്ല. അതായിരുന്നു എൻ്റെ ടാസ്ക്. അത് ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. റോബിനാണ് അത് കട്ട് ചെയ്യുന്നത്. ലെറ്റ്സ് സീ ഇതെങ്ങനെ ഉണ്ടെന്ന് നോക്കാം നമുക്ക്. അപ്പൊ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. അതായത് നമ്മൾ കുക്ക് ചെയ്തതിന് ശേഷം സ്റ്റേക്ക് നമ്മൾ 3 to 5 minutes എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതെന്റെ ഹസ്ബൻഡ് പറയുന്നതാണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ ട്രഡീഷൻ. അത് നമ്മൾ ഫോളോ ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പൊ എന്തായാലും നമുക്കതങ്ങ് ഫോളോ ചെയ്തേക്കാം. അപ്പൊ നമ്മുടെ റിബായി സ്റ്റേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാനത് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. കുക്കിങ്ങിൽ ഞാൻ അത്ര വലിയ എക്സ്പേർട്ട് ഒന്നുമല്ല. പക്ഷെ എനിക്ക് അറിയാവുന്ന പോലെ റെഫർ ചെയ്തൊക്കെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അതുപോലെ തന്നെ ഇതെന്തുകൊണ്ടാണ് ഞാൻ മീഡിയം വെള്ളമായിട്ട് കുക്ക് ചെയ്തതെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഈ കുഞ്ഞിനാണ് ഇന്ന് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാനും ഹാപ്പി, റൈനും ഹാപ്പി. അപ്പൊ നെക്സ്റ്റ് ടൈം കാണും വരെ എല്ലാവരും സന്തോഷമായിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. ബൈ.